അങ്ങനെയൊക്കെ ഞങ്ങൾ മതേതരന്മാരാണെന്ന് തെളിയിക്കേണ്ടെങ്കിൽ ആവശ്യമുണ്ടോ? നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. അത്തപ്പൂക്കളവും തൃക്കാക്കരയപ്പനുമായിട്ടുള്ള ഐതിഹ്യം കണ്ടുപിടിച്ചതുപോലെ 1766 മുതൽ 1792 വരെ ഭാരതം ആക്രമിച്ച ടിപ്പുവും ഹൈദറും കേരളത്തിലേക്ക് നടത്തിയ അധിനിവേശത്തിന്റെ ഐതിഹ്യവും കൂടി കണ്ടുപിടിച്ചാൽ മതേതര പണ്ഡിതന്റെ അപ്പനപ്പൂപ്പന്മാർക്കും അത്തപ്പൂക്കളവുമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും അവരെ ചൂടാകലെ സഹോദരി, ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ടിപ്പു സുൽത്താൻ എന്നുള്ളത് ഐതിഹ്യമല്ല കേട്ടോ, റിയാലിറ്റിയാണ്. ആ പ്രയോഗം ആദ്യം മാറ്റണം. മറ്റൊന്ന്, നമ്മുടെ ഭാരതത്തെ ടിപ്പു സുൽത്താൻ ആക്രമിച്ചു എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുന്ന നിങ്ങൾക്ക് പോലും അത് കളവാണെന്നറിയാം. എന്നിരുന്നാലും ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ സമൂഹത്തെ അവരെ ഏകീകരിക്കാനും സംഘടിപ്പിക്കാനും ഒരു ശത്രുവിനെ കാണിച്ചു കൊടുക്കണം. ആ ശത്രു മൂലം ഇങ്ങോട്ട് പാരമ്പര്യമായിട്ട് ഇവർ നമ്മുടെ സംസ്കൃതിയെ തകർത്തവരാണെന്ന് പറയുന്നത് വഴി അവരെ ഹൃദയത്തെ മലിമസപ്പെടുത്തി വൈരാഗ്യ ബുദ്ധ ഉള്ളവരാക്കാൻ വേണ്ടി ഈ കിണഞ്ഞുള്ള ശ്രമമല്ലേ കാണിക്കുന്നത്. ടിപ്പു സുൽത്താൻ അങ്ങനെ ഭാരതത്തെ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ ലക്ഷ്മി ചേച്ചിയോട് നിഷ്പക്ഷമായി ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, വളരെ സ്നേഹത്തോടും ആദരവോടുകൂടി. ടിപ്പു സുൽത്താന്റെ സൈന്യത്തിലെ മീർ ആസഫി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തസ്തിക വഹിച്ചത് പൂർണ്ണയ്യ എന്ന ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സഭയിൽ ട്രഷറർ അടക്കം നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഭാരതത്തിലെ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. എന്ന് വരുമ്പോൾ ഈ നാട്ടിൽ ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നാട്ടിലെ ഹൈന്ദവ സംസ്കൃതികൾ തകർത്തിട്ടുണ്ടെങ്കിൽ ഇവർ കൂടി നേതൃത്വം കൊടുത്തു എന്ന് പറയേണ്ടി വരത്തില്ലേ? അത്തരം വിഡ്ഢിത്തങ്ങളൊന്നും നമ്മളെ എഴുന്നള്ളിക്കരുത്. മറ്റൊരു കാര്യം, ടിപ്പു സുൽത്താൻ നിങ്ങൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ അധിനിവേശത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരു പരന്ന വായന നടത്തിയപ്പോൾ കേരളത്തിലെ വളരെ വിശ്വവിഖ്യാതമായ ഒരു ചരിത്ര പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട KK കുറുപ്പ്. അദ്ദേഹത്തിന്റെ നവാബ് ടിപ്പു സുൽത്താൻ എന്ന പുസ്തകം വായിക്കുമ്പോൾ ക്ഷേത്രം തകർത്ത കഥയല്ല മനസ്സിലാകുന്നത്, മറിച്ച് ക്ഷേത്രത്തിന് ഭൂമി വിട്ടുകൊടുത്ത കഥയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. നോക്കൂ, അദ്ദേഹത്തിന്റെ പരാമർശം ഇങ്ങനെയാണ്: ബ്രാഹ്മണർക്കും മറ്റ് മതസ്ഥാപനങ്ങൾക്കും മഠങ്ങൾക്കും ഭൂമിയും സമ്പത്തും കൊടുക്കുന്നുണ്ട്. ആര്? ടിപ്പു സുൽത്താൻ. എന്നാൽ ഇത് നമ്മുടെ ചരിത്രകാരന്മാർ പൊതുവിൽ പറയാറില്ല. കേരളത്തിലെ 4-5 ക്ഷേത്രങ്ങൾ ഉദാഹരണമായി പറയാം. മണ്ണൂർ ക്ഷേത്രത്തിലേക്ക് 70 ഏക്കർ വയലും 3.2 ഏക്കർ പറമ്പും ടിപ്പു സുൽത്താൻ നൽകുന്നുണ്ട്. തിരുവഞ്ചുക്കുളം ക്ഷേത്രത്തിലേക്ക് ഇതുപോലെ 208 ഏക്കർ ഭൂമി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 46.2 ഏക്കർ നിലവും 73.3 ഏക്കർ പറമ്പും, തൃക്കണ്ടിയൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ 122 ഏക്കർ ഭൂമിയും പിന്നെ നിലവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ചരിത്ര സ്മൃതികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ല, ചേച്ചി പറഞ്ഞതുപോലെ ഇവിടെ തകർത്ത് കളഞ്ഞു, ഇവിടെ പൊളിച്ചു കളഞ്ഞു, ഇതൊക്കെ കള്ളത്തരമാണ്. ഇതറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കൂ. ഇദ്ദേഹം KK കുറുപ്പ് കുറുപ്പന്മാരുടെ പരമ്പരയായതുകൊണ്ട് പേരിനൊപ്പം അങ്ങനെ ഒരു കുറുപ്പ് എന്ന ഒരു വാലറ്റം കൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ സുഡാപ്പി ചരിത്രകാരനാക്കൂലല്ലോ. അപ്പം നമ്മൾ ചരിത്രങ്ങളൊക്കെ നിഷ്പക്ഷമായിട്ട് വായിക്കുക. നമ്മുടെ നാട്ടിലെ തന്നെ ചരിത്രകാരന്മാർ അവരെഴുതിയിരിക്കുന്നതിൽ ടിപ്പു സുൽത്താൻ മതവാദിയായിട്ടല്ല, മതേതരവാദിയായിട്ടാണ് കാണാൻ കഴിയുന്നത്.